പോയകാല പ്രവാസത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന ഇടമാണ് ഒമാനിലെ പഴയ ടെലിഫോൺ ബൂത്തുകൾ. പ്രവാസികളുടെ പ്രതീക്ഷകളും പരിഭവങ്ങൾക്കും കണ്ണീരിനും സന്തോഷത്തിനും മൂകസാക്ഷിയായ ഇടം. മൊബൈൽ ഫോൺ അടക്കമുള്ള പുതിയ സംവിധാനങ്ങൾ വന്നതോടെ ഇത്തരം പബ്ലിക് ടെലിഫോൺ ബൂത്തുകൾ അന്യമായി. പക്ഷേ തൃശൂർ പാവരട്ടി സ്വദേശിയായ ജോസ് പുലിക്കോട്ടിലിന് പിന്നിട്ട പ്രവാസ വർഷങ്ങൾ മറക്കാനാകില്ല. പ്രിയപ്പെട്ടവരെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന ടെലിഫോൺ കാർഡുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ജോസ് പുലിക്കോട്ടിൽ. ആദ്യമായി വിളിച്ച ടെലിഫോൺ കാർഡ് മുതൽ 100 കണക്കിന് കാർഡുകൾ ജോസിന്റെ ശേഖരത്തിലുണ്ട്. നമ്മൾ ഈ കാർഡ് അന്നത്തെ ഒരു ഇതാണ്, ഹോബിയായിരുന്നു നമുക്ക് കാർഡ്. അതുപോലെ തന്നെ എന്തൊക്കെ കിട്ടുന്നോ, നമുക്ക് കിട്ടുന്ന പ്രൂഫുണ്ടോ അതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെക്കും. അന്നത്തെ കാലത്ത് ആണെങ്കിൽ ഒരു കാർഡ് 1.5 റിയാലിൻ്റെ കാർഡ് വിളിച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് വിളിക്കാൻ 3 മിനിറ്റാണ്. 3 മിനിറ്റ് വിളിക്കാനേ പറ്റുള്ളൂ. അത് അവർ ഹലോ എന്ന് എടുത്തു കഴിഞ്ഞാൽ 1 മിനിറ്റ് പോയി. വെറുമൊരു ടെലിഫോൺ കാർഡുകൾ എന്നതിലപ്പുറം ഓരോ കാലഘട്ടത്തിന്റെയും ഒമാന്റെ സാംസ്കാരിക, ജൈവ, സാമൂഹിക വൈവിധ്യത്തിന്റെ ചരിത്രം ഈ കാർഡുകളിലെ വർണ്ണചിത്രങ്ങളിലുണ്ട്. കാർഡ് കളക്ഷൻ മാത്രമല്ല, സാമൂഹിക രംഗത്തും മികച്ച വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് 36 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി ജോസ് നാടണയാൻ ഒരുങ്ങുന്നത്. ലിജിയാണ് ഭാര്യ. 2 മക്കളുണ്ട്. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.